AR റഹ്മാൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഹിറ്റ് മാന്ത്രികൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. ഓസ്കർ വേദിയിലൊക്കെ നമുക്ക് അഭിമാനമായി തിളങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം BBC-ക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി ബോളിവുഡിൽ തനിക്ക് കൃത്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 8 വർഷമായി ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അധികാരമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സർഗാത്മകതയില്ലാത്ത ആളുകൾക്ക് ശക്തിയുള്ളത് കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ വർഗീയമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം തനിക്ക് കൃത്യമായ അവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നോഫൽ, AR റഹ്മാൻ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇങ്ങനൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നു. എങ്ങനെ കാണണം ഈ ഒരു പ്രതികരണത്തെ? വലിയ സങ്കടമാണ് തോന്നിയത്. കാരണം AR റഹ്മാനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടം ഉണ്ടാക്കുന്നത്. കാരണം AR റഹ്മാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശവും ഒരു കുളിരും ഒക്കെയാണല്ലോ. റഹ്മാൻ്റെ റോജ ആയാലും ബോംബെ ആയാലും താലാണെങ്കിലും ഏത് സിനിമയിലെ ഏത് പാട്ടാണെങ്കിലും നമുക്കത് അപ്പോൾ തന്നെ മൂളാൻ തോന്നുമല്ലോ. അങ്ങനെ വലിയ സ്നേഹത്തോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അയാൾ ആരോടെങ്കിലും മോശമായി സംസാരിച്ചതായോ ആരോടെങ്കിലും അയാളൊരു തെറ്റ് ചെയ്തതായോ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന് ലോകം അംഗീകരിക്കുന്ന ഒരു സംഗീതജ്ഞൻ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അവസരങ്ങൾ കുറയുകയാണ്, അതിന് വർഗീയപരമായ കാരണങ്ങളുണ്ടാകാം, എനിക്ക് പകരം അവിടേക്ക് വരുന്നത് കഴിവൊന്നുമില്ലാത്ത ആളുകളാണ്, സർഗാത്മകത ഇല്ലാത്ത ആളുകളാണ് എന്ന് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് നാണക്കേടാണ്, നമുക്കെല്ലാവർക്കും നാണക്കേടാണ്. അങ്ങനെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ മൻസുഖ് മാണ്ഡവ്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ കായിക മന്ത്രിയാണ്. അദ്ദേഹം ISLുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്താസമ്മേളനം നടത്തി. ISL നടപ്പിലാക്കാൻ പോവുകയാണ്, എത്രാമത്തെ ISL അതിൽ അദ്ദേഹം മോഹൻ ബഗാൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഈ 2 ക്ലബ്ബുകളാണ് ഇന്ത്യയിൽ ഏറ്റവും പാരമ്പര്യമുള്ള. മുഹമ്മദൻസ് അല്ല, ഈസ്റ്റ് ബംഗാൾ. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും മുഹമ്മദൻസും ഉണ്ട്. പക്ഷേ ഈ 2 ഈസ്റ്റ് ബംഗാളിൻ്റെയും മോഹൻ ബഗാൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും പാരമ്പര്യമുള്ള 2 ഫുട്ബോൾ ക്ലബ്ബുകളാണത്. ഈ 2 ഫുട്ബോൾ ക്ലബ്ബുകളുടെ പേര് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം അടുത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇയാൾ മോഹൻ ബഗൻ, ഈസ്റ്റ് ബഗൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തുള്ള ആൾ പറഞ്ഞു കൊടുത്തിട്ടാണ്, AIFFൻ്റെ വേറെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റിയത്. അപ്പം ഈ പറഞ്ഞ പോയിൻ്റുകൾ സർഗാത്മകത ഇല്ലാത്തവരാണ് ആ രംഗത്ത് വരുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഈ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം കഴിവില്ലാത്തവർ, ഇതേക്കുറിച്ച് അറിയാത്ത ആളുകൾ ഒക്കെ ആ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് AR റഹ്മാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രസക്തി. ഇപ്പം ഞാൻ വീണ്ടും സ്പോർട്സ് പറയുന്നതിന് ക്ഷമിക്കണം. നമുക്ക് സഞ്ജു സാംസൺ, നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഉൾപ്പെടുത്താവുന്ന ഒരാളാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് T20യിൽ തന്നെ അവസരം ലഭിക്കുന്നതിന് വേണ്ടി എന്തൊരു ഒച്ചപ്പാട് എവിടുന്നൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. 1 ഡേ മാച്ചിൽ അദ്ദേഹം കളിച്ച അവസാനത്തെ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ 1 ഡേ ടീമിൽ എടുത്തിട്ടില്ല. ഇതിനു മുമ്പ് അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ കേരളത്തിനുണ്ടായിരുന്നു. അയാൾക്ക് ഇന്ത്യൻ ടീമിൽ ഇതുവരെയും അയാളുടെ കരിയറിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയില്ല. അദ്ദേഹം ഇന്ത്യ കളിക്കേണ്ട പ്ലെയറാണെന്ന് എല്ലാവരും, അനിൽ കുംബ്ലെ അടക്കമുള്ള സ്പിന്നർമാർ പറയും. പക്ഷേ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. ഞാൻ പറയുന്നത് ദക്ഷിണേന്ത്യയോട് കാണിക്കുന്ന ഒരു അവഗണന തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ AR റഹ്മാൻ അതിനേക്കാൾ അപ്പുറം വളർന്നൊരു മനുഷ്യനായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അദ്ദേഹം തന്നെ പറയും, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു സംഗീതജ്ഞൻ ഇത്രയും ഉയരങ്ങളിൽ എത്തിയത് അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇളയരാജയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇളയരാജ ഹിന്ദിയിൽ ചില ഗാനങ്ങൾ ചെയ്തുവെങ്കിലും അത് പോപ്പുലർ സിനിമകളല്ല, മുഖ്യധാരാ സിനിമകളിലല്ല അദ്ദേഹം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുഖ്യധാരാ സിനിമകളിൽ, ഓസ്കർ വരെ ലഭിച്ച സിനിമകളിൽ സംഗീതം ചെയ്യാൻ കഴിഞ്ഞൊരു ആളാണ് AR റഹ്മാൻ. അതേ AR റഹ്മാൻ്റെ കാര്യം നോക്കൂ. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയ എത്ര മലയാളികളുണ്ട്. ഇപ്പോൾ യേശുദാസും ചിത്രയും ജയേന്ദ്രനും പോട്ടെ, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുണ്ട്, മിൻമിനി പാടിയിട്ടുണ്ട്, സയനോര പാടിയിട്ടുണ്ട്, സുജാത പാടിയിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുകൾ, ഇയാൾ പാടിയിട്ടുണ്ടോ, ഉണ്ണിമേനോൻ പാടിയിട്ടുണ്ട്, ഉണ്ണിമേനോൻ പാടിയിട്ടുണ്ട്, ഇവരൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ഇത്രയും മലയാളികളൊക്കെ പാട്ട് പാടിയിട്ട് ഇന്ത്യയിൽ ഒന്നാകെ അറിയുന്ന പാട്ടുകാരായി മാറിയത് നമുക്കറിയാലോ. അത്രയും ആളുകൾക്ക് അവസരം കൊടുത്ത ഒരാളാണ് AR റഹ്മാൻ. അങ്ങനെ എങ്ങനെ നോക്കുകയാണെങ്കിലും AR റഹ്മാന് നമുക്കും അതോടൊപ്പം ഇന്ത്യക്ക് ഒന്നാകെ ഉണ്ടാക്കിയ ഒരു അഭിമാനമുണ്ട്. ആ അഭിമാനത്തിനൊക്കെ കടക്ക് കത്തിവെക്കുന്ന ഒരു സംഗതിയാണിത്.
അപ്പം ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പം അദ്ദേഹത്തിന് അവസരം കുറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോൾ പണ്ടുള്ളതുപോലെ ഒരുപാടെണ്ണം ഒരുമിച്ച് വരുന്നില്ലെങ്കിൽ തന്നെയും പാട്ടുകളൊക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ഒരു പക്ഷേ അതും ഒരു പക്ഷേ കാരണമാകാം. ഇദ്ദേഹം ഒരുപാട് എക്സ്പെൻസീവ് ആയതിൻ്റെ ഭാഗമായി പുതിയ ജനറേഷനിലെ ഇപ്പോൾ എന്തും ചെയ്യുന്ന സംഗീതജ്ഞരുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രൊപ്പഗണ്ട സിനിമകളുടെ കാലമാണ്. ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ, ഹൈ ക്വാളിറ്റി വിഷ്വലിൽ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സിനിമകളിലൊന്നും ഇദ്ദേഹം സംഗീതം ചെയ്തിട്ടില്ല എന്നാണ് ചാവയെ ചെയ്തതിനെക്കുറിച്ച് മുപ്പര് ന്യായീകരിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങനെയല്ല കരുതിയത്. പക്ഷേ ഞാൻ ചില പാളിച്ച പറ്റിയെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം മറ്റ് പരസ്പരം ഭിന്നത ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം സിനിമകളുടെ പിന്നാലെ അദ്ദേഹം പോയില്ല എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെ എ ആർ റഹ്മാൻ പറയേണ്ടി വന്നു എന്നുള്ളത് വലിയ സങ്കടകരമാണ്. അത് ഇന്ത്യയിലെ ഒരവസ്ഥ എ ആർ റഹ്മാനിലൂടെ പുറത്തു വന്നു. അത് BBC-യിലൂടെ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് ലോകം കൂടി അറിയുന്നുണ്ട്. എല്ലാവരും ഇത് കാണട്ടെ, ഇങ്ങനെ അവസ്ഥകൾ മാറട്ടെ. റാവു, എങ്ങനെയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എ ആർ റഹ്മാൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ കാണുന്നത്? എ ആർ റഹ്മാൻ യുഗം അവസാനിച്ചോ? എ ആർ റഹ്മാൻ യുഗം അവസാനിക്കുകയോ? അസാധ്യമായ കാര്യങ്ങൾ പറയാതിരിക്കും കുട്ടി. എ ആർ റഹ്മാനെ കുറിച്ച് ആൾക്കാരുടെ ഒരു കമൻ്റ് അതാണ്. അതായത് എ ആർ റഹ്മാന് എത്ര വർഷമായി, എപ്പോഴും ഒരുപോലെ പടം കിട്ടുമോ, എപ്പോഴും ഒരുപാട് ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് സ്വാഭാവികം. പണ്ട് 90s 4 പടം ഉണ്ടായിരുന്നു ബോളിവുഡിൽ, ഇപ്പോൾ ഒരു പടം ഉണ്ടെങ്കിലായി. അത് സ്വാഭാവികമല്ലേ, എല്ലാവർക്കും ഒരു ഡിക്ലൈൻ ഉണ്ടാവില്ലെന്നാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന തരത്തിൽ വീണുപോയിട്ടുള്ള ആളല്ല എ ആർ റഹ്മാൻ. ഞാൻ പറയുന്നത് ഒരാളുടെ, എനിക്കിതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഒരു കഴിവ്, മികവ് അല്ലെങ്കിൽ പ്രതിഭ, നമ്മൾ ഈ ദൈവിക സ്പർശം എന്നൊക്കെ പറയുന്ന സംഗതി നമ്മൾ എങ്ങനെയാണ് അതിനെ മാർക്ക് ചെയ്യേണ്ടത്? നോക്കൂ, യെസ്, ഈ 90s സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് എ ആർ റഹ്മാൻ. 90s അദ്ദേഹം ഒരു വിപ്ലവം ഉണ്ടായിക്കൊണ്ട് തമിഴ് സിനിമയിൽ വരുന്നത്. അത് സൗത്ത് ഇന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കി. അതിനുശേഷം അദ്ദേഹം ബോളിവുഡിലേക്ക് കടക്കാൻ പോയി. അവസാനം അദ്ദേഹം ഓസ്കർ മേടിച്ചു. ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഗായകനായി. ഏറ്റവും അവസാനം ഇപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്ന രാമായണം സിനിമയ്ക്ക് വേണ്ടി ഹാൻസ് സിമ്മറിൻ്റെ കൂടെ അദ്ദേഹം പാട്ട് ചെയ്യുകയാണ്. അത് ബോളിവുഡിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എ ആർ റഹ്മാനോളം ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വളർന്നിട്ടുള്ള ഒരു പ്രതിഭ സത്യം പറഞ്ഞാൽ ഇല്ല. അത്ഭുതകരമായ വളർച്ചയായിരുന്നു. അത്രയും ടാലൻറ്റ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയുന്നത് 90s ഉള്ള ആളാണ് എ ആർ റഹ്മാൻ. നമ്മൾ 2026 ഇതാണ് സംസാരിക്കുന്നത്. എ ആർ റഹ്മാന് വേണ്ടത്ര സ്പേസ് ഇല്ല എന്ന വിഷയം. എ ആർ റഹ്മാൻ ഇപ്പോഴും ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കാണ്. ഇപ്പോഴും എ ആർ റഹ്മാൻ മ്യൂസിക്കൽ എന്ന് എഴുതി കാണിക്കുന്നതിന് ഇവിടെ വിപണി വാല്യൂ ഉണ്ട്. അതിന് മാത്രം പൈസ കൊടുക്കുന്നവരുണ്ട്. മലയം കുഞ്ഞെന്നൊരു സിനിമ ഇവിടെ വന്നു. ആ സിനിമ പരാജയപ്പെട്ടു പോയ സിനിമയാണ്. ആ സിനിമയ്ക്ക് എങ്ങനെ ഒരു വാല്യൂ അഡീഷൻ നടത്താമെന്ന് ആലോചിച്ചപ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള വൈകാരികമായ സിനിമയും ഒപ്പം പ്രകൃതി ദുരന്തവും കാണിക്കുന്നതാണ്. എ ആർ റഹ്മാൻ വന്നാൽ ഈ പടം നന്നാവും എന്ന് ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. എ ആർ റഹ്മാൻ മ്യൂസിക്കൽ എഴുതി വെച്ച് ആ പടത്തിൻ്റെ കച്ചവടത്തെ ഭയങ്കരമായി സ്വാധീനിച്ച ഘടകമായിരുന്നു. തിയേറ്ററിൽ അത് വിജയിച്ചില്ലെങ്കിൽ കൂടി. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്? റഹ്മാന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോഴും മ്യൂസിക് ഇൻഡസ്ട്രിയിലെ മനുഷ്യർ വിശ്വസിക്കുന്നു. ബോളിവുഡിലെ ഏറ്റവും ബ്രഹ്മാണ്ഡ പടമായിട്ട് വരാൻ പോകുന്ന പടമാണ് രാമായണം. ആ പടത്തിന് ഹാൻസ് സിമ്മറിൻ്റെ കൂടെയാണ് എ ആർ റഹ്മാനാണ് ചെയ്യുന്നതെന്ന് കാര്യം ആലോചിക്കണം. അപ്പോൾ എ ആർ റഹ്മാൻ അങ്ങനെ എഴുതി തള്ളാൻ കഴിയാത്തവളാണെന്ന് മാത്രമല്ല, നമ്മളുടെ പ്രതിഭ അളക്കുന്നത് എങ്ങനെയാണ്? അമൃത 90s ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ 2026 സെയിം ഓറയിൽ നിൽക്കുകയാണ്. എ ആർ റഹ്മാൻ മ്യൂസിക്കൽ എന്ന് ഇത് കാണിക്കുമ്പോൾ ഒരു ഗംഭീര പാട്ട് വരാൻ പോകുന്നു എന്ന എക്സ്പെക്റ്റേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എപ്പോഴും ആ എക്സ്പെക്റ്റേഷൻ റഹ്മാൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇൻഡസ്ട്രിയും അത് വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ തലമുറ എ ആർ റഹ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് താലോർമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നു. നൗഫൽ 90s ഓർമ്മയാണ് പറഞ്ഞത്. ഇന്ന് എ ആർ റഹ്മാൻ, അല്ല ഞാൻ പറയാണ്, നമ്മുടെ എല്ലാം എൻ്റെയൊക്കെ ഹൃദയവികാരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റഹ്മാൻ 90s പാട്ടുകളാണ്. ആ പാട്ട് സംശയമില്ല. അന്ന് അദ്ദേഹം അടിപൊളി ഗംഭീര പാട്ടാണ്. ഇന്ന് അനിരുദ്ധ് ഉണ്ടാക്കുന്ന പോലത്തെ ഓളം അന്ന് ഉണ്ടാക്കി അദ്ദേഹം. എന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കി, മെലഡീസ് ഉണ്ടാക്കി. ഇന്ന് ഉണ്ടാക്കുന്നില്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. ഇന്ന് റഹ്മാൻ ഉണ്ടാക്കുന്ന 10 തല എന്ന് പറയുന്ന സിനിമയിൽ നീ സിംഗന്ത എന്നുള്ള പാട്ട് എന്തുമാത്രം ട്രെൻഡിങ് ആയിരുന്നു. അത് വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഭയങ്കരമായി ഇന്ത്യ ഗവൺമെൻറ് ട്രെൻഡിങ് ആയ പാട്ടാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന തഗ് ലൈഫിലെ പാട്ട് വൻ ഹിറ്റായി. പൊന്നിയൻ സെൽവനിലെ പാട്ട് വൻ ഹിറ്റായില്ലേ? ഈ ബോഗി ബോഗി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട് വമ്പൻ ഹിറ്റായിരുന്നു. രായനിലെ ആരുടെ നമ്മുടെ ഈ ഇവൻ്റെ പേര് മറന്നു. ആ പാട്ടൊക്കെ വൻ ഹിറ്റായി മാറിയിട്ടുള്ള പാട്ടുകൾ ഈ സമീപ വർഷങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. കാലത്ത് ഉണ്ടാക്കി തുടങ്ങിയ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞത് 90s റോജയിലെ പാട്ട് ഉണ്ടാക്കി തുടങ്ങിയ മനുഷ്യൻ 2026 മില്യൺസ് ഓഫ് ആളുകൾ, ഞാൻ പറയുന്ന ഈ പാട്ടൊക്കെ 15 കോടി ആളുകൾ 20 കോടി ആളുകൾ കണ്ട പാട്ടിനെയാണ് ഇപ്പോൾ റെഫറൻസ് ആയിട്ട് ചെയ്യാൻ വെച്ചത്. പൊന്നിയൻ സെൽവനിലെ പാട്ടായാലും കൊള്ളാം, അല്ലെങ്കിൽ ഈ പറയുന്ന തഗ് ലൈഫിലെ പാട്ട്, അല്ലെങ്കിൽ റായനിലെ പാട്ട്, അല്ലെങ്കിൽ 10 തലിലെ പാട്ടൊക്കെ വെച്ചാൽ ഇന്ത്യ മൊത്തം ആഘോഷിച്ച പാട്ടാണ്. ഈ പാട്ട് ആരുണ്ടാക്കുന്നു?
റഹ്മാൻ ഉണ്ടാക്കുന്നു. റഹ്മാൻ ഇന്ന് ലോകം മുഴുവനുള്ള മഹാനഗരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൺസേർട്ടുകൾ സംഘടിപ്പിക്കുന്നു. അതിന് ടിക്കറ്റ് കിട്ടാതെ മനുഷ്യന്മാർ ഇടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ഇന്ത്യൻ സംഗീത സംവിധായകൻ ആൻഡ് സിംഗർ അതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഭയങ്കരമായ തോതിലുള്ള ആരാധക വൃന്ദമുണ്ട് എന്ന് കാര്യം ആലോചിക്കണം. റഹ്മാൻ എന്ന് വെച്ചാൽ റിയലി എ ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇസൈ പുയൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ മദ്രാസ് മൊസാട്ട് എന്ന് വിളിക്കുന്നത്. അതിന് കവച്ച് വയ്ക്കാൻ കഴിയുന്ന ആര് വന്നു? ഇപ്പോൾ റഹ്മാൻ കൂടുതൽ പൈസ വാങ്ങിക്കുന്നു. റഹ്മാൻ ഇപ്പോൾ 10 കോടി രൂപയൊക്കെ വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ ഈ റെഡിറ്റിലൊക്കെ പറയുന്നത്. അതിൽ കൂടുതൽ പൈസ ഇപ്പോൾ അനിരുദ്ധ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഭയങ്കരമായ ഓളം ഉണ്ടാക്കുന്നുണ്ട്. അനിരുദ്ധിന് ഒരുപാട് പടമുണ്ട്. തമിഴിലും ഏറ്റവും കൂടുതൽ പടമുള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വമ്പൻ പടങ്ങളുടെ എല്ലാം സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഒരാളെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അനിരുദ്ധായിരിക്കും. അനിരുദ്ധ് ഒരു പുതിയ ട്രെൻഡിനെ വെച്ച് പോകുന്ന ആളാണ്. പക്ഷേ അനിരുദ്ധിൻ്റെ, എനിക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം, അനിരുദ്ധിൻ്റെ ഏതാണ്ട് എല്ലാ പടങ്ങളിലും പാട്ട് ഒരുപോലെ ഇരിക്കുന്നതാണ്. എല്ലാവരും ഡപ്പാങ്കുത്ത് സാധനമാണ്. അതിനപ്പുറത്തേക്കുള്ള വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്ന് മാത്രമല്ല ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പടം ജനനായകനാണ്. ജനനായകനിലെ പാട്ട് ഭയങ്കര സംഭവമൊന്നും ആയിട്ടില്ല. നമുക്കറിയാം അങ്ങനെ ഭയങ്കര ഒരു എക്സ്പ്ലോറിങ് ഹിറ്റൊന്നും ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല ആ പാട്ട് പഴയ പല പാട്ടുകളുമായിട്ടും ഭയങ്കരമായ അതിൻ്റെ ഒരു സ്വഭാവത്തിൽ, അതിൻ്റെ ക്യാരക്ടറിൽ ഒരുപോലെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ റഹ്മാൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നത് 35 വർഷമായിട്ട് ഇന്ത്യയിൽ മറ്റാർക്കും സാധ്യമാകാത്ത, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടിയെ കാണുന്നത്, അവരെങ്കിലും എന്താ ഇന്ത്യയിലെ മലയാള സിനിമയിലെ ശോഭമങ്ങാത്ത താരങ്ങളായി നിൽക്കുന്ന പോലെ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ അതിജീവിച്ച ഒരു സംഗീത സംവിധായകനുണ്ടോ? കാലത്തിനൊപ്പിച്ച് മാറുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരെയും അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് 10-20 വർഷം നിങ്ങളെക്കാൾ പിന്നിലുള്ള മനുഷ്യന്മാർക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്നവർ തന്നെ ഇപ്പുറത്തുള്ള മനുഷ്യന്മാർക്കും ആസ്വദിക്കാൻ കഴിയുന്നത്. ഒരേ സമയം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആവുന്ന പാട്ടുകൾ അദ്ദേഹം ഇപ്പോഴും ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാം ഒരുപോലെ കണക്റ്റ് ആവുന്ന, ഒരുപോലെ ദഹിക്കുന്ന, ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പാട്ടുകൾ ഉണ്ടാക്കാൻ കഴിയലാണ് പ്രതിഭ എന്ന് പറയുന്നത്. അത് റഹ്മാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബോളിവുഡിൽ പടങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബോളിവുഡിലെ പടങ്ങൾ ഉണ്ടായിരുന്നത് ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, താലാണ് എന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയ പാട്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പടം കിട്ടുന്നില്ല. അതിന് കാരണങ്ങളുണ്ടാവും. റഹ്മാൻ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബോളിവുഡിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പവർ ഹൗസുകളിൽ മാറ്റം വന്നിരിക്കുന്നു. അത് നമ്മൾ എത്ര തവണ പറഞ്ഞാണ്. ബോളിവുഡിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാനും, ബോളിവുഡ് പ്രൊപ്പഗൻഡ പടം ഉണ്ടാക്കുന്ന സ്ഥലം മാത്രമായിട്ട് മാറിയല്ലോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. മേജർ ചങ്കു എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ നരേന്ദ്രമോദിയുടെ ബയോപിക് ചെയ്യുക, അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ഉള്ള ഭക്തി പടങ്ങൾ ചെയ്യുക. അതും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മുഗളന്മാരുടെ കാലത്തെ വില്ലന്മാരെ സൃഷ്ടിച്ചുകൊണ്ടുള്ള പടം ചെയ്യുക. ഇതാണ് പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പ്രൊപ്പഗൻഡ സിനിമകൾ ചെയ്യുമ്പോൾ ആ സിനിമകൾ ആ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ താല്പര്യം പലതരത്തിൽ മനുഷ്യന്മാരെ എന്ത് ചെയ്യും? എക്സ്ക്ലൂഡ് ചെയ്യും, പുറത്താക്കളയും. രണ്ടാമത്തെ, റഹ്മാൻ തമിഴ് മനുഷ്യനാണ്. തമിഴും ഹിന്ദിയും തമ്മിലുള്ള അകലം നമുക്കറിയാം. ഹിന്ദിയുടെ പരിപാടി വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാരാണ് തമിഴന്മാർ. ആ തമിഴ് പ്രൈഡിൻ്റെ വ്യക്തമായിട്ട് നിൽക്കുന്ന ആളാണ് റഹ്മാൻ. തമിഴ് പ്രൈഡിനെ ഉയർത്തുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് കാണുക. അപ്പോൾ തമിഴന്മാരെന്ന് പറഞ്ഞാൽ, സൗത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന അപരത്വത്തോടെ കാണുന്ന ആൾക്കാർ ബോളിവുഡിലുണ്ട്, നോർത്തിലുണ്ട്. അതൊരു ഘടകമായിരിക്കും. ആൻഡ് ഹീസ് വിസിബിളി റിലീജിയസ് ആണ്. ഈ തരത്തിലുള്ള പല ഘടകങ്ങൾ റഹ്മാനെ മാറ്റി നിർത്തുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട തരത്തിൽ റഹ്മാനേക്കാളും മേലെ വെക്കുന്ന അതിഗംഭീരമായ പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന അതുല്യ പ്രതിഭകൾ ഇങ്ങനെ ഘോഷയാത്ര പോലെ ബോളിവുഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും എനിക്ക് തോന്നുന്നില്ല. ന്യായമായിട്ട് അദ്ദേഹം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആളാണ്. ഞാൻ പറഞ്ഞ ലോക വേദികളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു താരം ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കിട്ടാത്തതിന് പിന്നിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുമല്ലോ. ഒരു മനുഷ്യന് ജാതീയമായ ഒരു അസ്പർശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കത് മനസ്സിലാവും. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും മതപരമായൊരു വിവേചനം അത് മനസ്സിലാവും. അപ്പം അദ്ദേഹം പറഞ്ഞ പല വഴികളും മാറിപ്പോകുന്നു എനിക്ക് കിട്ടേണ്ട പടങ്ങളെന്നാണ്. ഞാൻ പറഞ്ഞത് എ ആർ റഹ്മാൻ ഇപ്പം ഹിന്ദിയിൽ ഇനിയിപ്പോൾ അദ്ദേഹം 35 വർഷമായിട്ട് നിൽക്കുന്നു. ഇപ്പോഴും ഏറ്റവും മേലെ തട്ടിൽ തന്നെ നിൽക്കുന്നു. ഹിന്ദിയിൽ നിന്ന് 3 പടം അധികം കിട്ടിയാൽ മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുമെന്ന്, സാമ്പത്തികമായോ ഇനി പ്രതിഭ കൊണ്ടോ അല്ലെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടോ അതിൻ്റെ ആവശ്യമുള്ള ആളല്ല റഹ്മാൻ. പുള്ളി അത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് വീട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്, ഞാൻ ജോലി തേടി പോകില്ല എന്നൊക്കെയാണ്. ഇന്ത്യയിൽ പക്ഷേ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിഭകളാണ് റഹ്മാൻ. അപ്പോൾ റഹ്മാൻ ഇന്ത്യയിൽ എന്തെങ്കിലും വിവേചനം നേരിടുന്നു എന്ന് വെച്ചാൽ റഹ്മാനല്ല അതിൻ്റെ പ്രശ്നം, നമുക്കാണ് അതിൻ്റെ കുഴപ്പമെന്ന് പിന്നെ ഇവിടെ ആരും പറഞ്ഞാൽ അതൊന്നും ഒരു നാണക്കേടായി വിചാരിക്കുന്ന മനുഷ്യന്മാരൊന്നുമല്ല. പക്ഷേ ഇത് റഹ്മാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. റഹ്മാനെ സംബന്ധിച്ച് ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അധികംഭീര വർക്കുകൾ ചെയ്യാനുള്ളതാണ്. ഞാൻ ഇത്രയും മാറുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കുകയും മാറുന്ന മൂഡ് മനസ്സിലാക്കുകയും മനുഷ്യരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അതുല്യനായ സംഗീത സംവിധായകനാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഏത് മൂഡിലും സ്വീകരിക്കാൻ കഴിയുന്ന ഒരാൾ. നിങ്ങൾ അത്രയും ബ്രേക്കായിരിക്കുന്ന സമയത്തും, നിങ്ങൾ അത്രയും സന്തോഷിക്കുന്ന സമയത്തും, നിങ്ങൾ ഉന്മാദിയായിരിക്കുന്ന സമയത്തും, നിങ്ങൾ പ്രണയത്താൽ ആഴത്തിൽ വീണു പോകുന്ന സമയത്തും എല്ലാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം. നിങ്ങൾക്ക് എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ കേൾക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വസന്തകാലം ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സംഭവം നിർഭാഗ്യകരമാണ്. അദ്ദേഹത്തിന് ആർക്കെങ്കിലും അവസരം കൊടുക്കാതിരിക്കുന്നവർ വേദനിക്കട്ടെന്ന് ഞാൻ പറയും.
അതെ, റഹ്മാൻ്റെ മാന്ത്രികത നമുക്കൊക്കെ അത്യാവശ്യം തന്നെയാണ്. അത് അങ്ങനെ ഇല്ലാതാവുമെന്ന് കരുതേണ്ടതില്ല. അത് ഇനിയും തുടർന്ന് നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.